അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ ആദ്യമായിട്ട് ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ. ആ അൺബോക്സിങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് കിട്ടി, രണ്ടെണ്ണം. അപ്പോൾ നമുക്കിന്ന് ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. രണ്ടെണ്ണം അൺബോക്സ് ചെയ്ത് നമുക്ക് കാണിക്കാം. യെസ്. സോ ഈ 2 ബോക്സാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വലിയ ബോക്സിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് നമുക്കൊരു ബോട്ടിലാണ്. അതിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സ്ട്രോ കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഒരു ബോട്ടിലും മെറ്റൽ സ്ട്രോ ആണ്. അതിങ്ങനെ ഇട്ടിട്ട് നമുക്കത് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക, എന്താ വെച്ചാൽ കുടിക്കാം. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്നാക്സ് ഹോൾഡറാണ്, സിൽക്കൺ വെച്ചുണ്ടാക്കിയ ഒരു സ്നാക്സ് ഹോൾഡർ. അത് ഈ കുപ്പിയിൽ നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അതിൽ സ്നാക്സ് ഇടാം. ഇനി നമുക്ക് വന്നിരിക്കുന്നത് 3 പോപ്കോൺസ് ആണ്. അത് 3 ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ ഈ 3ഉം ആ സ്നാക്സിൻ്റെ ഒപ്പം തന്നെ സ്നാക്സിലിട്ട് കഴിക്കാനുള്ളതായിരിക്കണം. പിന്നെ നമുക്കൊരു കാർഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബോക്സിലുള്ളത് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ബോക്സ്. അപ്പോൾ ഇതെന്താവുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു സോണിയുടെ കവറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്ടിയിൽ ഇത് തോന്നുന്നു ഒരു കൺസോൾ ക്രിക്കറ്റാണ്, മെത്ത ഷോട്ട്. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, കുറേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ എല്ലാം ഇത് കാണാറുണ്ട്. നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പെട്ടി. നല്ല രസമുണ്ട്. കുറേ കാർഡ്സൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ, ഒരു പിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ വായിച്ച് നോക്കാം. ഇവിടെ ഒരു HDMI കേബിൾ, ഒരു കണക്ഷൻ കേബിളാണ്, അതും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റ് അപ്പോൾ അതൊരു അത്ര വലിയ വലുപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒറിജിനൽ ക്രിക്കറ്റ് ബാറ്റിൻ്റെ അത്ര അല്ല, ബട്ട് ഒരു റിസംബിൾ ചെയ്യണ ഒരു ബാറ്റ്. ഇതിൽ പുറകിൽ ലൈറ്റൊക്കെ കത്തും, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ട്രയാങ്കിൾസൊക്കെ. ആ മുകളിലത്തെ ട്രയാങ്കിൾ ഒരു സ്വിച്ചാണ്. ഇതൊരു പോർട്ടാണ്, ചാർജിങ് പോർട്ട്. ഇനി കളിക്കാം. അടിച്ചപ്പോൾ തന്നെ 6 ആണ്. പക്ഷേ എന്ത് ചെയ്യാനാ. സോ ഇത് മഴ ഒക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇൻഡോർ കളിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗെയിമാണിത്.